നാണമില്ലേ കോൺഗ്രസെ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാൻ? പി വി അൻവറിന്റെ ഉച്ഛിഷ്ടം കിട്ടിയാലേ നിലമ്പൂരിൽ വിജയിക്കുകയുള്ളൂ എന്നാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും വിലാപം. പി വി അൻവർ പറയുന്നു, പി വി അൻവറിന്റെ ഇഫക്റ്റ് ഒന്നുമില്ല നിലമ്പൂരിൽ. പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരായി നിലമ്പൂരിലെ ജനം വിധിയെഴുതും എന്നൊക്കെയാണ് പി വി അൻവർ ഇങ്ങനെ പ്രഖ്യാപിച്ചു നടക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പി വി അൻവർ ദാനം കൊടുത്തു. എന്തൊക്കെയാണ് ദാനം കൊടുത്തത്? അവിടെ ചില സ്ഥലങ്ങൾ UDF-ന് പി വി അൻവർ, തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ ദാനം കൊടുത്തു. 2 സമ്മാനങ്ങൾ കൊടുത്തു തൃണമൂല്. ഒന്ന്, മണ്ഡലത്തിലെ പനമരം പഞ്ചായത്ത് കോൺഗ്രസിന് ദാനം കൊടുത്തു. മറ്റൊന്ന്, നിലമ്പൂർ മണ്ഡലത്തിൽ ചുങ്കത്തറ പഞ്ചായത്ത് ദാനം കൊടുത്തു. പനമരവും ചുങ്കത്തറയും തൃണമൂൽ കോൺഗ്രസ് UDF-ന് ദാനം കൊടുത്തു. ആര് പറയുന്നു? പി വി അൻവർ പറയുന്നു. ഞാനൊരു ചരിത്രം പറയട്ടെ. 967 മുതൽ 2025 വരെ 14 തെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിൽ നടന്നു. അതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് ഇടതുമുന്നണി അവിടെ ചെങ്കൊടി പാറിച്ചത്. ബാക്കി 10 എണ്ണത്തിലും UDF ആണ് വിജയിച്ചത്, തൃണമൂൽ കോൺഗ്രസ് അല്ല. ഇന്നലത്തെ മഴയിൽ കിളിർത്തതാണ് തൃണമൂൽ കോൺഗ്രസ്. അതായത് ശരിക്കു പറഞ്ഞാൽ 2025 ജനുവരി 10-ന് MLA സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങിയ പി വി അൻവർ പാർട്ടി ആഫീസുകളുടെ തിണ്ണനിറങ്ങി ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിൽ പോയി തൃണമൂൽ കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങി തൃണമൂൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇവിടെ വന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറായി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിലുണ്ടെന്ന് അറിയിച്ചു. 2025 മാത്രം. അതിനു മുമ്പ് കോൺഗ്രസ് നിലമ്പൂരിൽ വെന്നിക്കൊടി പാറിച്ചിരുന്നു. 2016-ലാണ് ആര് വരുന്നത്? പി വി അൻവർ നിലമ്പൂരിൽ വരുന്നത്. അതിനു മുമ്പ് ഒരു ഹംസ വിജയിച്ചിരുന്നു അവിടെ. അതിനുശേഷം ആര്യാടൻ മുഹമ്മദ് വന്നതിന് ശേഷം അവിടെ തൊട്ടിട്ടില്ല, ക്ലച്ച് തൊട്ടിട്ടില്ല LDF. അവിടെ വന്നിട്ടാണ് പി വി അൻവർ പറയുന്നത്, തൃണമൂൽ കോൺഗ്രസ് 2 സമ്മാനം കൊടുത്തു. ആർക്ക്? UDF-ന് പനമരവും ചുങ്കത്തറയും. ഇനി ഒരു വലിയ സമ്മാനം കൊടുക്കാൻ പോകുന്നു. എന്ത്? നിയമസഭാ മണ്ഡലം. അതാണ് ഞാൻ ചോദിച്ചത്. നാണമില്ലേ കോൺഗ്രസ് ഇമാതിരിയുള്ള ഊളകളുടെ ഉച്ഛിഷ്ടം പറ്റി ജീവിക്കാൻ? ഇമാതിരി നട്ടല്ലില്ലാത്ത, നുണ മാത്രം പറഞ്ഞു നടക്കുന്ന, നുണ മാത്രം ആരോപണമായി ഉന്നയിക്കുന്ന പി വി അൻവർ എന്ന ആളുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചു നടക്കാൻ. പി വി അൻവർ കൊടുക്കുന്ന ഉച്ഛിഷ്ടമാണ്. അയാളുടെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ എടുക്കാൻ വേണ്ടി നടക്കുകയാണ് കോൺഗ്രസും UDF-ഉം. നാണമില്ലേ ഇത്രയും പാരമ്പര്യമുള്ള കോൺഗ്രസിന്? എന്നിട്ട് ഈ പി വി അൻവർ കഴിഞ്ഞ തവണ വിജയിച്ചത് എത്ര വോട്ടിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? വെറും 2700 വോട്ട്. UDF-ന്റെ കോട്ടയാണ് നിലമ്പൂർ. 2700 വോട്ടിനാണ് പി വി അൻവർ അവിടെ വിജയിച്ചത്. ഇനിയും ഉണ്ട് ഇഫക്റ്റ് പി വി അൻവറിന്. പി വി അൻവറിനെ നിലമ്പൂരിലെ ജനം ആട്ടിപ്പായിക്കും അവിടെ. പി വി അൻവറിന് അവിടെ യാതൊരു ഇഫക്റ്റുമില്ല. കോൺഗ്രസ്സുകാർ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തി മര്യാദയ്ക്ക് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ജയിച്ചെന്ന് വരാം. പക്ഷേ ഇടതുമുന്നണിയുടെ ചെങ്കോട്ട തകർക്കാൻ, ഇടതുമുന്നണിയുടെ വിപ്ലവ സൂര്യനായ പിണറായി വിജയന്റെ വികസന പാതയിൽ ജനങ്ങൾ ഒന്നടങ്കം നിന്നു കഴിഞ്ഞാൽ പി വി അൻവർ എന്നല്ല, അവിടെ UDF-ന് ഒരു തിളക്കവും ലഭിക്കില്ല. പാരമ്പര്യമൊക്കെ മാറ്റിവെച്ചിട്ട് ജനങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം നിലമ്പൂരിൽ നിൽക്കും. അതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവിടെ ഒരു ഭയവുമില്ല. 3ാം വട്ടവും ഇടതുമുന്നണി സംസ്ഥാനത്ത് ഭരണത്തിൽ വരും. അതിന് തുടക്കമാകും നിലമ്പൂരെന്ന് ഇടതുമുന്നണിയുടെ സമുന്നത നേതാവായ MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അതിന് ഒരു തടസ്സവുമില്ല. വിജയരാഘവൻ പറയുന്നു, പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നു, ഒരു തടസ്സവുമില്ല. സണ്ണി ജോസഫ് ഒക്കെ പറയുന്നത് മാറ്റിവെക്കൂ, അടൂർ പ്രകാശ് പറയുന്നത് മാറ്റിവെക്കൂ. അവർക്കൊന്നും ബലമില്ല. അവരൊക്കെ പി വി അൻവറിന്റെ ഉച്ഛിഷ്ടം കഴിക്കാൻ നടക്കുകയാണ്. കോൺഗ്രസിന്റെ പാരമ്പര്യത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് പി വി അൻവറിന്റെ ഉച്ഛിഷ്ടം കഴിക്കാൻ നടക്കുന്ന ഇവർ പറയുന്നതാണോ ശരി? അതോ ആത്മാഭിമാനത്തോടെ വികസന പാതയിൽ വികസനം നടത്തി ഇതുവരെ വികസനം തൊട്ടുതീണ്ടാതിരുന്ന നിലമ്പൂരിലും മലപ്പുറത്തും കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇത്രയധികം വികസനം കൊണ്ടുവന്ന പിണറായി സർക്കാരിനൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോടെ ഇടതുമുന്നണി നേതാക്കൾ പറയുമ്പോൾ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിലമ്പൂരിൽ ചെങ്കൊടി പാറും. വീണ്ടും ചോദിക്കുകയാണ്, നാണമില്ലേ കോൺഗ്രസെ നിങ്ങളുടെ പാരമ്പര്യത്തെ ഇങ്ങനെ നഷ്ടപ്രതാപത്തിൽ നിൽക്കുന്ന, രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി വിഴുപ്പലക്കലുമായി നടക്കുന്ന, യാതൊരു
യാതൊരു വ്യക്തിത്വവുമില്ലാത്ത, നിലപാടുമില്ലാത്ത, വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന 2700 വോട്ടുകൾക്ക് മാത്രം വിജയിച്ചിട്ട് നിങ്ങൾക്ക് 27,000 വോട്ട് വാങ്ങിത്തരാമെന്ന് കപട വാഗ്ദാനം നൽകുന്ന PV അൻവറിന്റെ ഉച്ചിഷ്ടം തിന്നാൻ ഇങ്ങനെ ഓടി നടക്കുന്ന കൊടിച്ചിപ്പട്ടികളെ പോലെ നടക്കുന്ന കോൺഗ്രസ്സുകാരായി അധപ്പതിക്കരുത്. നിങ്ങളുടെ പാരമ്പര്യം നിങ്ങൾ കൊണ്ട് തല്ലി ഉടച്ച് കളയരുത് ഈ PV അൻവറിന്റെ നടക്കൽ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് കോൺഗ്രസിന്, UDFന് ഒരു പാരമ്പര്യമുണ്ട്, നിലമ്പൂരിൽ മലപ്പുറത്ത് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്തിനാണ് PV അൻവറിന്റെ കാൽക്കൽ കൊണ്ട് ഉടച്ചു കളയുന്നത്? PV അൻവർ എന്ന നുണയന് വേണ്ടി നിങ്ങൾ എന്തിനാണ് കൊടി പിടിക്കുന്നത്, ഈങ്കുലാബ് വിളിക്കുന്നത്, സിന്ദാബാദ് വിളിക്കുന്നത്? PV അൻവർ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര പ്രിയപ്പെട്ടവനാകുന്നത്? പിണറായിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ ചീത്ത വിളിക്കുന്നത് കൊണ്ടാണോ? ഏതെങ്കിലും ഒരു കുഞ്ഞു കേസ് തെളിയിക്കാത്തത് എന്താണ്? എത്രയെത്ര ഏജൻസികൾ വന്നു, അവരൊക്കെ എന്താണ് മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരാണോ? മുഖ്യമന്ത്രി എല്ലാ ഏജൻസികൾക്കും ഇങ്ങനെ കൈക്കൂലിയൊക്കെ കൊടുത്തിരിക്കുകയാണോ? മുഖ്യമന്ത്രിക്കെതിരെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ഒന്നും തെളിയിക്കപ്പെട്ടില്ലല്ലോ. ഇതൊക്കെ ഈ നുണയാണെന്ന് തിരിച്ചറിയുവാനുള്ള കോമൺ സെൻസ് കേരളത്തിലെ ജനത്തിനുണ്ടെന്ന് UDFനും കോൺഗ്രസിനും അറിയില്ലേ? ഞാൻ ഈ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്നതൊന്നും ആരെയും ന്യായീകരിക്കാനൊന്നുമല്ല, വാസ്തവം പറയുന്നതാണ്. കോൺഗ്രസിന് നിലമ്പൂരിൽ ഒരു പാരമ്പര്യമുണ്ട്. 1967 മുതൽ 2025 വരെ നടന്ന 14 തെരഞ്ഞെടുപ്പുകളിൽ ആകെ 4 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് ഇടതുമുന്നണി നിലമ്പൂരിൽ വെന്നിക്കൊടി പാറിച്ചത്. 10 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് UDF ആണ്. അങ്ങനെ UDFന്റെ കോട്ടയായ നിലമ്പൂരിലും മലപ്പുറത്തും എന്തിനാണ് PV അൻവറിന്റെ ഉച്ചിഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? ഉച്ചിഷ്ടമെന്ന് ഞാൻ പറയാൻ കാരണം PV അൻവർ പറയുന്നു തൃണമൂൽ കോൺഗ്രസ് 2 സമ്മാനം UDFന് നൽകി, പനമരവും ചുങ്കത്തറയും. ഇനി ഒരു വലിയ സമ്മാനം കൂടി നൽകാൻ പോകുന്നു, നിയമസഭാ സീറ്റ്. ആലോചിച്ച് നോക്കുക, ആ സമ്മാനത്തിന് വേണ്ടി ഇയാളുടെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ ഇത്രയും പാരമ്പര്യമുള്ള പാർട്ടി? ആ ഭാഗത്താണ് ഇടതുമുന്നണിയുടെ ആത്മാഭിമാനം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നെഞ്ചത്ത് കൈവച്ചവർ പറയുന്നു ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളുമായാണ് ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കാൻ പോകുന്നത്, ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന്. അവിടെയാണ് ആത്മാഭിമാനവും ഈ ഉച്ചിഷ്ടവും തമ്മിലുള്ള വ്യത്യാസം നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിലമ്പൂർ ആമ്പിള്ളർക്കുള്ളതാണ്. അത് ചെങ്കൊടി തണലിൽ തന്നെ വീണ്ടും ചുവന്ന് തുടുക്കുക തന്നെ ചെയ്യും.